ഈ വീഡിയോയിൽ നമ്മൾ പാലാരിവട്ടം സിഗ്നൽ മുതൽ അതായത് ബൈപ്പാസ് റോഡ് മുതൽ കാക്കനാട് എൻജിഒ ക്വാർട്ടേഴ്സ് വരെ പോയി തിരിച്ച് നമ്മൾ ബൈപ്പാസിലോട്ട് വന്ന കാഴ്ചകളാണ്, നമ്മൾ കണ്ട കാഴ്ചകളാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ. റൈറ്റ് സൈഡിൽ നമ്മൾ കാണുന്നത് ഫ്ലൈ ഓവറാണ് കേട്ടോ. എടപ്പള്ളിയിൽ നിന്ന് പാലാരിടത്തേക്ക് വരുമ്പോഴുള്ള ഫ്ലൈ ഓവറാണ് കാണുന്നത്. ഇത് പൈപ്പ് ലൈൻ റോഡാണ് ലെഫ്റ്റ് സൈഡിൽ കണ്ടത്. നമ്മൾ നേരെ പോയി സിഗ്നൽ വരും, പാലാരിവട്ടം സിഗ്നൽ. ഇത് ഫ്ലൈ ഓവർ പൊളിച്ചു പണിത ഫ്ലൈ ഓവർ. ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിയും കാക്കനാട്ടിലേക്ക്. ഈ സിഗ്നലിൻ്റെ അവിടെ വന്നിട്ട് ലെഫ്റ്റ് തിരിയും, നേരെ വൈറ്റിലേക്ക് പോവും. ഈ സിഗ്നലിൻ്റെ അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് റൈറ്റിലേക്കാണ് പാലാരിവട്ടം കിടക്കുന്നത്. ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കാക്കനാട് റോഡിലേക്ക് കയറി. ഇപ്പോൾ നമ്മൾ മെട്രോ റെയിലിൻ്റെ പണി നടക്കുന്ന ഭാഗങ്ങളാണ് അതൊക്കെ കേട്ടോ. ഈ റോഡിന് നല്ല വീതി കൂട്ടിയിട്ടുണ്ട്. കുറേ ബിൽഡിങ്ങുകളും എല്ലാം പൊളിച്ചു പോയി. കുറച്ച് ബിൽഡിങ് ഉണ്ട്, അതിൻ്റെ വലിപ്പമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടൊക്കെ പോയിട്ട് റെഡിയാക്കി എടുത്ത ബിൽഡിങ്ങുകളും കുറച്ചുണ്ട് ഇവിടെ. റൈറ്റ് സൈഡിൽ POC. ഇപ്പോൾ നമ്മൾ ആലിഞ്ചോട് എത്തി, ആലിഞ്ചോടെ വളവ്. ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല വീതിയായിട്ടാണ്. ഇവിടുത്തെ കുറേ ബിൽഡിങ്ങൊക്കെ പൊളിച്ച് കളഞ്ഞു, ബാക്കിയുള്ള ബിൽഡിങ്ങാണ് ഈ നിൽക്കുന്നതൊക്കെ. നേരെ നമ്മൾ പാടിവട്ടം വന്ന് പാടിവട്ടം ഭാഗമാണ് ഈ കാണുന്നത്. ഇത് സംഗീത ബാഗ്സിൻ്റെ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നേരെ ഈ ലെഫ്റ്റിലേക്കുള്ള റോഡ്, നമ്മൾ ഒബ്രോൺ മാളിലേക്ക് വന്ന റോഡ് ഇതിലേ കയറി പോവാം. അപ്പുറത്തുകൂടി റോഡുണ്ട്, അത് ആ റോഡിലേക്ക് വന്ന് മുട്ടും. ഒബ്രോൺ മാളിൻ്റെ റോഡിലേക്ക് മുട്ടും, അതിലേക്ക് കയറി പോവാം നമുക്ക്. ഇവിടെയൊക്കെ കുറേ ഭാഗങ്ങൾ പൊളിച്ചു കളഞ്ഞിട്ടോ. പഴയ ബിൽഡിങ്ങുകളൊന്നും ഇല്ല ഇപ്പോൾ. ബ്ലോക്ക് ഇപ്പോഴും ഉണ്ട്, പണി നടക്കുന്നതുകൊണ്ട് ബ്ലോക്കും അല്ലെങ്കിലും മഴക്കാല ബ്ലോക്കാണുള്ളത്. ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോകണം, നമുക്ക് ഒബ്രോണിൽ കയറി ബൈപ്പാസിൽ ചെന്ന് കയറാൻ പറ്റും. അപ്പോൾ നേരെ നമ്മൾ ഇതൊക്കെ പാടിവട്ടം ഭാഗമാണ് കണ്ടത്. ഇതൊക്കെ പഴയ ആൾക്കാർക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. പണ്ടൊക്കെ ഇവിടെ നിന്ന് പോയ ആൾക്കാർക്ക് ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പിടുത്തവും കിട്ടില്ല. എല്ലാം ഭയങ്കരമായിട്ട് മാറിപ്പോയി. ഇതൊരു ചെറിയ റോഡായിരുന്നു ശരിക്കും കാക്കനാട്ടിലേക്ക്. എൻ്റെ ചെറുപ്പത്തിൽ ഇതിൽ നമ്മളന്ന് സൈക്കിൾ ചവിട്ടിയാണ് വന്നിരുന്നത് കാക്കനാട് കാണാൻ പോവാൻ. ഇതുണ്ട്, നല്ല വീതിയായി റോഡിന് ഇവിടെ. ഇപ്പോൾ നമ്മൾ ചെമ്പുകുക്ക് ഭാഗത്ത് വന്നു. ഇത് കവിത സൈക്കിൾസിൻ്റെ കടയാണ് ആ ലെഫ്റ്റ് സൈഡിൽ കണ്ടത്. ഇവിടെയാണ് നമ്മൾ പൊല്യൂഷൻ എടുക്കുക റൈറ്റ് സൈഡിൽ. ഇതിപ്പോൾ നമ്മൾ ചെമ്പുകുക്ക് പാലത്തിലേക്ക് കയറാൻ പോണ്. ഇത് ജിയോജിത്തിൻ്റെ ബിൽഡിങ്ങാണ് ആ വെള്ള കാണുന്നത്. ഇതൊരു ഫ്ലാറ്റാണ്. ഇത് ജിയോജിത്തിൻ്റെ ബിൽഡിങ്ങാണ്. ഇത് നമ്മുടെ ചെമ്പുകുക്ക് പാലം. ഇതിപ്പോൾ നമ്മൾ സെൻറ്റ് മൈക്കിൾസ് പള്ളിയാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അതിൻ്റെ ഓഡിറ്റോറിയമാണ് ഇത്. പള്ളിയാണ് ഈ കാണുന്നത്. പഴയ പള്ളി പൊളിച്ച് വലിയൊരു പള്ളിയാക്കി പണിത്. കംപ്ലീറ്റ് ആയിട്ടുള്ള കുറച്ച് പണി കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒരു മെട്രോ സ്റ്റേഷൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് സേവന മെഡിക്കൽസ്. ചെമ്പുകുക്ക് എത്തി നമ്മൾ. ചെമ്പുകുക്ക് ജംഗ്ഷനാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ പണി നടക്കുന്നതുകൊണ്ട് നല്ല തിരക്കം കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈകുന്നേരമൊക്കെ നല്ല ബ്ലോക്കാണ്. ഇത് നമ്മുടെ KK റോഡ് ഭാഗം ആണ്. ഈ ലെഫ്റ്റ് സൈഡിൽ KK റോഡിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. ഈ റൈറ്റ് സൈഡിൽ പമ്പുണ്ട്. ഇതൊക്കെ കുറേ കടകൾ വന്നിട്ട് പഴയ ബിൽഡിങ്ങുകൾ ഇവിടെ കുറച്ചുണ്ട്. അത് ജോയി ആൽക്കാസിൻ്റെ ബിൽഡിങ്ങാണ്, ഗോൾഡ് ടവർ. ഇവിടെ ഒരു റോഡുണ്ട്, തുരുത്തേപ്പറമ്പ് റോഡെന്ന് പറയും. ഇതൊക്കെ നമ്മുടെ അങ്ങോട്ട് പോകുന്ന വഴികളായിരുന്നു തുരുത്തേപ്പറമ്പ് റോഡ്. ഇവിടെ ഒരു വലിയ കാണുന്നുണ്ട്, ഇവിടെ വെള്ളം പോകുന്ന സ്ഥലം വരുന്നു. ഞാൻ തുരുത്തേപ്പറമ്പ് റോഡിലേക്ക് അതിൽ എത്തിയിരിക്കും. ഇപ്പോൾ നമ്മൾ വാഴക്കാല ജംഗ്ഷനിൽ വന്നു. വാഴക്കാല ജംഗ്ഷനിലും ഒക്കെ എല്ലാം പൊളിച്ച് അങ്ങോട്ട് വീതി കൂട്ടി. ഇവിടെ ഒരു കാർ ഷോറൂം വന്നിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ. ഇത് കാർ ഷോറൂമാണ്. ഇപ്പോൾ നമ്മൾ ജംഗ്ഷനിലേക്ക് എത്തി. റൈറ്റിലേക്ക് മുലയപ്പാടം റോഡ് തിരിയും, ലെഫ്റ്റിലേക്ക് ദേശീയമുക്കിലേക്കുള്ള വഴിയാണ് ജംഗ്ഷനിൽ വരുന്നത്. അവിടെ നിന്ന് നേരെ പോകുന്ന നമ്മൾ മാർക്കറ്റിൻ്റെ അവിടെ എത്തി, വാഴക്കാല മാർക്കറ്റ്. ഇവിടെ നിന്ന് ശരിക്കും ഒരു കയറ്റമായിരുന്നു പണ്ട് കാലത്ത്. അത് ആ പമ്പിൻ്റെ മുകളിൽ RDSൻ്റെ ബിൽഡിംഗ് ഉണ്ട്, അവിടെ വരെ അത്ര ഹൈറ്റിലുള്ള കയറ്റമായിരുന്നു. ചെറിയ വഴിയായിരുന്നു. ഇത് പള്ളി, സെൻറ്റ് ജോസഫ് പള്ളി. ഇത് നേരെ കയറി ഉണ്ട്. ഇത് പഴയ ബിൽഡിങ് നിൽക്കണം. ഇതുവരെ എൻ്റെ പരിപാടി ആയിട്ടില്ല.
ഇത് ജിമ്മ്. താഴെ ഒരു യമഹയുടെ ഷോറൂം ഉണ്ടായിരുന്നു കൊണ്ട്. വൈറ്റ് ടവറാണ് റൈറ്റ് സൈഡിൽ കണ്ടത്. ഇവിടെയും താഴെയായിട്ടുള്ള റോഡ് ക്രാഷ് റോഡ്. ഇവിടെ താഴെ ക്രാഷ് റോഡ് വരും. ഇവിടെ പള്ളിയൊക്കെ പൊളിച്ചിട്ട് ആ ഫ്രണ്ട് ഭാഗമൊക്കെ പൊളിച്ച് നീക്കി. ഇതിപ്പോൾ റിലയൻസിൻ്റെ ഭാഗം വന്നു. റിലയൻസ് അവരുടെ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യണേ. കാരണം ഇത് വന്നു കഴിയുമ്പോൾ ആകെ പാർക്കിങ്ങിന് സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഷിഫ്റ്റ് ചെയ്യണം. ഇത് നമ്മുടെ മസ്ജിദ്. അതിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ പൊളിച്ചിട്ട് ആ ഗോപുരം ഉണ്ടായിരുന്നതൊക്കെ പൊളിച്ച് വീതി കൂട്ടാൻ വേണ്ടി പൊളിച്ചാണല്ലോ. അപ്പുറത്ത് കുറേ സ്ഥലങ്ങളിൽ വീതി കൂട്ടി പോയിട്ടുണ്ട്. പാലടത്ത് കാക്കനാട്ടിലേക്കുള്ള ആദ്യത്തെ റോഡിന് ഇരുവശവും ഇത് പടങ്ങൾ ഭാഗമാണ്. ഇവിടെ മുഴുവൻ കശുമാവ് തോട്ടങ്ങളായിരുന്നു. രണ്ട് സൈഡിലും കശുമാവായിരുന്നു. ഇത് ചെറിയ റോഡ് ഇങ്ങനെ പോയി. അന്നിവിടെ കടകളൊന്നും ഇല്ല കേട്ടോ. പലയിടം വിട്ട വാഴക്കാലയിൽ 2-3 കടകളുണ്ട്. ഒരു ഹോട്ടലും 2-3 കടകളും ഉണ്ടായുള്ളൂ. വേറെ ഒന്നുമില്ലായിരുന്നു. നേരിയൊരു റോഡും. അതിങ്ങനെ വികസിച്ച് ഇത്രം വരെയായി. നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു കാക്കനാട് കൊണ്ട്. നല്ല കുന്നുകളും പച്ചപ്പും ചെറിയ താഴ്വരകളും നല്ല കണ്ണീര് പോലത്തെ ഒഴുകണ തോടുകളും ഒക്കെ ആയിരുന്നു. വെള്ളം ഒഴുകണ തോടുകളും. അപ്പോൾ അതൊക്കെ പോയി. എല്ലാം ബിൽഡിംഗ് വന്ന് കയറി. റോഡൊക്കെ വലുതായി. റോഡ് താഴ്ത്തി. ഇപ്പോൾ അതൊക്കെ നല്ല കയറ്റമായിരുന്നു. ഈ പമ്പ് കണ്ട. അപ്പം ഈ പമ്പിൻ്റെ മോൾ ഭാഗം വരെ ഉണ്ടായിരുന്നു ആ കയറ്റം. ഇത് ഇവിടെ ഒരു വീട്, പഴയൊരു വീട് ഉള്ളത് ഇതാണ്. ആ പച്ചപ്പ് കണ്ട. അത്ര ഹൈറ്റിലാണ് ഇവിടുത്തെ റോഡ് ഉണ്ടായിരുന്നത്. അതാണ് എടുത്ത് താഴ്ത്തി വീതിയാക്കിയത്. ഇവിടെ നമ്മൾ ലെഫ്റ്റിലോട്ട് പോകും. റൈറ്റിലോട്ടുള്ള റോഡൊന്നും ഇല്ലായിരുന്നു. ലിങ്ക് റോഡൊന്നും പണ്ടില്ലായിരുന്നു. ഇത് NGO ക്വാർട്ടേഴ്സ്. ഇവിടെ നിന്ന് ഇങ്ങനെ താഴ്ന്നു വരുമായിരുന്നു. ഈ മലയിൽ നിന്ന് താഴ്ന്ന് റോഡ് റൗണ്ട് വരെ ഉണ്ടായിരുന്നു. റൗണ്ടും ഒരു ചെറിയ റോഡായിരുന്നു. ചെറിയൊരു റൗണ്ടായിരുന്നു അവിടെ. താഴോട്ട് റോഡുണ്ടായിരുന്നു. അതൊരു നല്ല തോടുള്ള വഴിയാണ്. അന്ന് ഗ്രാവലിട്ട റോഡായിരുന്നു അവിടെ. ഇവിടെ 2 സൈഡിലും പൊങ്ങിയിരിക്കുന്ന വീടുകളായിരുന്നു. ക്വാർട്ടേഴ്സുകളായിരുന്നു ഈ 2 സൈഡും. ഗവൺമെൻറ് ക്വാർട്ടേഴ്സ്. അപ്പോൾ സ്റ്റെപ്പ് കയറിയാണ് മുകളിലോട്ട് അന്ന് പോയിരുന്നത്. അതെല്ലാം പൊളിച്ച് ഇപ്പോൾ പോയി ഒന്നുമില്ല. മെട്രോവിന് വേണ്ടി സ്ഥലമൊക്കെ വിട്ടുകൊടുത്തപ്പോൾ അതെല്ലാം പൊളിച്ചു. ഇത് യൂത്ത് ഹോസ്റ്റലുണ്ട് ഇവിടെ. കുറേ ഫിലിമൊക്കെ സീരിയലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണത്. അതിൽ യൂത്ത് ഹോസ്റ്റലാണ്. ഇവിടെ നല്ല തണലുണ്ട്. മരങ്ങളൊന്നും വെട്ടാത്ത കാരണം തണലിങ്ങനെ നിൽപ്പുണ്ട്. എഫ് സ്റ്റേഷൻ്റെ ഇത് നമ്മളങ്ങനെ NGO ക്വാർട്ടേഴ്സിലെത്തി. ഇത് പണ്ടൊരു ചെറിയ റൗണ്ടായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞ് റൗണ്ടായിരുന്നു. ഇവിടെ ഒരു 2 കടകളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ സൈക്കിളൊക്കെ ചവിട്ടി പഠിക്കുന്ന പ്രായത്തിൽ. ഇത് നമ്മളെ ഭാരതമാതാ കോളേജിൽ പോകുന്ന റോഡാണ്. ഇത് നമ്മളന്ന് ഭാരതമാതാ കോളേജിലേക്കുള്ള റോഡ് NPOൻ്റെ ഉള്ളിൽ കൂടിയായിരുന്നു. പിന്നെ NPOയിൽ വന്നപ്പോൾ അത് കംപ്ലീറ്റ് അവരെടുത്ത് റോഡ് പുറത്തു കൂടിയാക്കി. ലെഫ്റ്റിലോട്ട് നമുക്ക് ദേശീയമുക്കിലേക്ക് പോകണ വഴിയാണ്. അതും ഹൈവേയിലോട്ട് നിന്ന് കറങ്ങി എടപ്പള്ളി ടോളിലോട്ട് നിന്ന് കയറാം. നമ്മളിവിടെ യൂട്ടേൺ എടുത്ത്. ഇവിടെ നല്ല തണലുള്ള സ്ഥലം. ഇവിടെ കുറച്ച് പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഭാഗത്ത് കുറേ കടകളൊക്കെ വന്നിട്ടുണ്ട്. അത് PWDയുടെ ഓഫീസാണ് ആ റൈറ്റ് സൈഡിൽ. അപ്പോൾ കുറേ കടകളുണ്ട്. ഒരുമാതിരി എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇത് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സാണ് കാണുന്നത്. കുറേ കടകളുണ്ട് അവിടെ. ഹോട്ടലും കടകളൊക്കെ ഉണ്ട്. ഇതൊരു ചെറിയ റൗണ്ടായിരുന്നു. ലെഫ്റ്റിലോട്ട് നമ്മൾ സീപോർട്ട് എയർപോർട്ടിലോട്ട് പോകും. നമ്മൾ നേരെ തിരിഞ്ഞ് രണ്ടാമതൊന്നും കൂടി ബൈപ്പാസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് FM സ്റ്റേഷൻ്റെ ഇത്, ദൂരദർശൻ്റെ. നമ്മൾ ലെഫ്റ്റിലൊക്കെ നിറച്ച് ക്വാർട്ടേഴ്സ് ആയിരുന്നു കേട്ടത്. കുഞ്ഞു കുഞ്ഞു വീടുകളായിരുന്നു. ഓടിച്ച വീടുകളായിരുന്നു. അതെല്ലാം പൊളിച്ച് കളഞ്ഞു. റോഡും പൊക്കി വന്നു. ശരി വെള്ളത്തോട് താഴ്ന്നു കിടക്കണമായിരുന്നു. ഇത് നല്ല ഭംഗിയുള്ള സ്ഥലം. കാക്കനാട് നല്ല അടിപൊളി സ്ഥലമായിരുന്നു പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ സൈക്കിൾ ചവിട്ടി. എൻ്റെ അപ്പൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ മോനുണ്ട്, ഫാൻസി ആയിട്ട് എന്ന് പറഞ്ഞാൽ. പുള്ളിയാണ് നമ്മളെ കാക്കനാട് കാണിച്ചത് സൈക്കിൾ ചവിട്ടി എന്ന പ്രായത്തിൽ കേട്ടോ. അവിടെ ഒരു മുടിക്കുഴി ഉണ്ടായിരുന്നു കളക്ട്രേറ്റിൻ്റെ അടുത്ത്. പാണ്ഡവർ താമസിച്ചിരുന്ന സ്ഥലമാണെന്നൊക്കെ പറയും. ആ ഗുഹയിലാണ് നമ്മൾ ഇറങ്ങിയിരുന്നത്. പിന്നെ ഞാൻ കുറച്ചുകൂടി വലുതായപ്പോൾ ഒറ്റയ്ക്ക് വന്ന്
കാക്കനാടിലേക്ക് നമുക്ക് നമ്മുടെ മെയിൻ സ്ഥലം വരുന്നു. ആ റോഡിലേക്ക് കൂടിയാണ് പോകണം, കുന്നുംപുറത്ത് റോഡ്. ഇതിപ്പോൾ നമ്മൾ കുന്നുംപുറത്തെത്തി. ആ ഗുഹയിൽ ഇറങ്ങിയിട്ട്, മുടിക്കുഴി എന്ന് പറഞ്ഞ ഗുഹയിൽ ഇറങ്ങിയിട്ട് ഒരു ഭാഗം ട്രയാങ്കിൾ ഫ്ലാറ്റിൻ്റെ ഭാഗത്തേക്കാണ് വലിയ തുറന്ന ഭാഗം. ഇവിടെ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ്. ലിങ്ക് റോഡാണ്. ഈ റോഡൊക്കെ പിന്നീട് വന്നതാണ്. ഇതൊന്നും ഇല്ലായിരുന്നു, നിറച്ച് പാടമായിരുന്നു ഈ ഭാഗത്തൊക്കെ. പാടമില്ല, കംപ്ലീറ്റ് വീടുകളായി. ഇവിടെ ഒരു പമ്പ് പുതിയതായിട്ട് വന്നിട്ടുണ്ട് റൈറ്റ് സൈഡിൽ. ഇത് ബ്രൈറ്റിൻ്റെ ഇലക്ട്രിക്കിൻ്റെ ഒക്കെ കടയാണ്. ഇത് മേത്തറിൻ്റെ ഒരു ഫ്ലാറ്റ്. ആ ഗുഹയിലിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുമ്പനത്തേക്കൊരു ഗുഹയുണ്ടായിരുന്നു അതിൽ, അതൊക്കെ അടഞ്ഞു പോയി. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടിയാണ് സീഫുഡ് എയർപോർട്ട് റോഡ് പണിത് പോയത്. വേറെ വല്ല സ്ഥലത്തൊക്കെ ആണെങ്കിൽ അത് സൂക്ഷിച്ച് വെച്ചാണ്. ആ ഭാഗം ചെറുതായിട്ട് ഇടിയുന്നുണ്ടെന്നൊക്കെ പറയാനുണ്ട്. പിന്നെ റിപ്പയർ ചെയ്ത് പിന്നെ തൂക്കിയെടുക്കും. ഇത് ക്വാർട്ടേഴ്സാണ്. നേരെ പോണത് നമ്മൾ കളക്ട്രേറ്റിൻ്റെ ഭാഗത്തുള്ള സിഗ്നലിലേക്ക് പോകും. സീഫുഡ് എയർപോർട്ടിലോട്ട് നിന്ന് കയറും. ഇത് മെട്രോളജിയുടെ ഓഫീസാണ്. മറ്റേ ചെക്കിങ്ങുള്ള മറ്റേ വെയ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ അവരാണ് നോക്കുന്നത്. ലീഗൽ മെട്രോളജി. ഇവിടെ നമ്മൾ യു ടേൺ എടുത്ത് നേരെ സിഗ്നലാണ്, കാക്കനാട് സിഗ്നൽ. അതിന് യു ടേൺ എടുത്ത് നമ്മൾ നേരെ തിരിച്ച് ഒന്നുകൂടി വാഴക്കാല വഴി പാലാരിവട്ടം. നമ്മൾ സൈക്കിളിനാണ് ആദ്യം കൊണ്ട് വന്നിരുന്നത്. പിന്നെ നമുക്ക് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അപ്പൻ്റെ ബുള്ളറ്റിൽ ഇതിൽ നമ്മൾ പാഞ്ഞു പോകുമായിരുന്നു. അന്നത്തെ കാലത്ത് 110 പോയിട്ടുണ്ട് ഞാൻ. ഈ പടമുളി എന്നുള്ള ഇറക്കത്തൊക്കെ കണ്ണീന്നൊക്കെ അന്ന് വെള്ളം പറക്കും. ഹെൽമെറ്റൊന്നും ഇല്ലല്ലോ. അതൊരു കാലം. നമുക്ക് കുറേ അനുഭവങ്ങളുള്ള സ്ഥലവും. ഈ രസങ്ങളിലൊക്കെ പാടങ്ങളായിരുന്നു കേട്ടോ നിറച്ച്. കൃഷി ചെയ്തിരുന്ന സ്ഥലമാണ് അതൊക്കെ. ഈ റോഡൊക്കെ അത് കഴിഞ്ഞിട്ട് വന്നതാണ്, പൊക്കിയെടുത്തതാണ്. ഇതൊന്നും ഇല്ലായിരുന്നു. ഒരു ചെറിയ റോഡ് പാലായിട്ടത് വന്ന് കളക്ട്രേറ്റിൻ്റെ ഇടം വരെ വന്ന് നിർത്തി. അവിടെ നിന്ന് പിന്നെ വികാസമണി ആ ഭാഗത്തോട്ടൊന്നും റോഡില്ലായിരുന്നു. പിന്നീട് ഗ്രാവൽ റോഡ് വന്ന് മനക്കക്കട പാലം വരെ. അന്ന് പാലമില്ല. ഈ ലെഫ്റ്റ് സൈഡിലെ പമ്പ് കണ്ട, പുതിയ പമ്പാണ്. അവിടെ ഒരു കടത്തായിരുന്നു മനക്കക്കടവിൽ. ഇതാണ് കുന്നുംപുറം ജംഗ്ഷൻ. ഇവിടുന്ന് ലെഫ്റ്റ് നമ്മൾ പാലാരോട്ടും, റൈറ്റ് എൻജോയ്ക്കോട്ട് റോഡ്. ഇവിടെ ഹിൽ വ്യൂ ബാറൊക്കെ ഉണ്ട്. ഇവിടെ ഹിൽ വ്യൂ ഒരു ഷൂട്ടിങ് നടത്തുന്ന വീടും ഉണ്ടായിരുന്നു. ഇതൊരു പഴയ പമ്പാണ്, കുറേ നാളായി പമ്പ് വന്നിട്ട്. ഇവിടെയൊക്കെ ആകെ മാറിപ്പോയിട്ടോ, മൊത്തം ബിൽഡിങ്ങുകളായിപ്പോയി. അന്ന് നമ്മളിതിലേക്ക് വരുമ്പോൾ ഒരു സാധനമില്ല, ഒന്നുമില്ല. ഇതിലേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു കാലത്ത്. ലൈസൻസ് കിട്ടി മുമ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. പിന്നീടാണ് റോഡൊക്കെ അങ്ങനെ പുതുക്കി വന്നത്. അന്ന് നമ്മൾ കാക്കനാട് വന്നെങ്കിൽ എടപ്പള്ളി ടോൾ വഴി വരണമായിരുന്നു ആദ്യമൊക്കെ. 60കളുടെ ആദ്യമൊന്നും ഇതിൽ റോഡില്ല. പിന്നീടാണ് കാക്കനാട് റോഡ് വന്നത്. എനിക്കൊരു 3 വയസ്സുള്ളപ്പോൾ റോഡില്ല. ഞാൻ 58-ലാണ് ജനിച്ചത്. പിന്നീടാണ് ഇവിടെയൊക്കെ വന്നത്. ഇതൊക്കെ കശുമാവ് തോട്ടങ്ങളായിരുന്നു കേട്ടോ. അന്ന് നല്ല ഭംഗിയായിരുന്നു. ഈ മിക്കവാറും കുന്നുകളായിരുന്നു ഓരോ സ്ഥലം. അതൊക്കെ ഇടിച്ച് നിരത്തിയൊക്കെ പോയി. നമ്മൾ പിന്നെയും എത്തി. ഇടമോള് ഇപ്പൊക്കെ റോഡിന് നല്ല വീതിയായിട്ടാണ്. അന്ന് ഞാൻ ഒരു സൈക്കിളിൽ വന്ന് ഞാനും ഫ്രാൻസിയേട്ടൻ്റെ സൈക്കിളിൽ അനുജനും ഉണ്ടാവും. ഞാൻ ഒറ്റയ്ക്ക് സൈക്കിളിൽ. അപ്പം കുന്നുംപുറത്ത് നിന്നുള്ള വഴി ഗ്രാവൽ റോഡ് കുറുക്കലാണ്. അവിടെ സൈക്കിളായിട്ട് കളക്ട്രേറ്റിൽ നിന്ന് മുടിക്കുഴി കണ്ട് ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നപ്പോൾ തെന്നി വീണിട്ട് കൈയുടെ തൂലി കുറേ പോയി. ആ കുന്നുംപുറം റോഡിലൊരു കലുങ്കുണ്ട് ഇപ്പോൾ. ആ കലുങ്ക് അന്ന് തോടായിരുന്നു. ആ തോട്ടിലിറങ്ങി നല്ല വെള്ളം, കണ്ണീര് പോലത്തെ വെള്ളമായിരുന്നു. ആ വെള്ളമൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകി ഇപ്പം അതിനകത്ത് ഇറങ്ങി ചൊറി പിടിക്കും. അത്രയൊക്കെ അഴുക്കുള്ളതാണ് ഇപ്പോൾ. എന്നിട്ട് നേരെ വന്ന് ഇതൊരു സൂപ്പർ മാർക്കറ്റായിരുന്നു. ഇപ്പോൾ മാറി ബുക്ക് ഷോപ്പൊക്കെ. ഇപ്പോൾ നമ്മൾ വാഴക്കാലെത്തി. അങ്ങനെ സൈക്കിളിൽ നിന്ന് വീണ് വാഴക്കാലിലെ ഒരു ചെറിയ ഹോട്ടലുണ്ട്. അന്ന് ഈ മറ്റേ പലകീർണ ഹോട്ടലാണ് അതല്ല ഇവിടെയൊക്കെ കടകൾ. ഷട്ടറൊന്നും വന്നിട്ടില്ല. അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച്
കൈയൊക്കെ ഒന്നുകൂടി കഴുകിയാണ് വീട്ടിലോട്ട് പോയത്. അങ്ങനെ തിരിച്ച് നമ്മൾ വാഴക്കാലയിലെത്തി. വാഴക്കാല എന്ന് പറയുമ്പോൾ നമ്മൾ ഗാലക്സി ഹോട്ടലിനെ മറക്കാൻ പറ്റില്ല. ഗാലക്സി ഹോട്ടലിലെ ബീഫ് മസാല പൊറോട്ട സൂപ്പർ സാധനമായിരുന്നു, സൂപ്പർ ഐറ്റമാണ് അവർ. ഇവിടെ കാണാം അവരുടെ പഴയ ബിൽഡിങ്. ഇത് നമ്മുടെ മൂലപ്പാടത്തേക്കുള്ള പോകുന്ന ലെഫ്റ്റിലേക്ക് മൂലപ്പാടം, റൈറ്റിൽ സെൻട്രൽ ബേക്കറി, ആ വഴി. ഇവിടെ കുറേ ബിൽഡിങ്ങുകൾക്ക് ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുവന്നിട്ടാണ്. അത് ചെറുതായി. ഗാലക്സി ഹോട്ടൽ വരുന്നത് ഇതാ കാർ ഷോറൂമാണ് റൈറ്റ് സൈഡിൽ. ഗാലക്സി ഹോട്ടൽ വരുന്നത് ഈ നെറ്റ് ഇട്ടേക്കുന്നുണ്ട്, പച്ച നെറ്റിൻ്റെ അപ്പുറം ഒരു ഗ്രേ കളർ ബിൽഡിംഗ് ഉണ്ട്. ഇതേ ബിൽഡിങ് അതാണ് ഗാലക്സി ഹോട്ടൽ. അതായിരുന്നു സൂപ്പർ ഹോട്ടൽ, എല്ലാവർക്കും അറിയാവുന്നൊരു ഹോട്ടലായിരുന്നു. ഇപ്പോൾ അവർ നമ്മുടെ പടമുള്ളിലേക്ക് മാറി, പാം ട്രീയുടെ അപ്പുറത്തേക്ക് മാറി. സൗകര്യം പൊളിക്കേണ്ടി വന്ന കാരണം ഇവരങ്ങോട്ട് മാറി. അങ്ങനെ വീണ്ടും ഇവിടെ ഒരു അയ്യനാട് ബാങ്ക് ഉണ്ടായിരുന്നു, അതും പൊളിച്ച് കൊണ്ടു. പ്രിയം സൂപ്പർ മാർക്കറ്റ് റൈറ്റിൽ, ലെഫ്റ്റിൽ ഫെഡറൽ ബാങ്ക്. ഇത് ചെമ്പൂക്ക് ജംഗ്ഷൻ. ഇത് നമ്മുടെ KK റോഡിലേക്കുള്ള റൈറ്റിലേക്കുള്ള വഴി, പമ്പ് ജംഗ്ഷൻ. പഴയ ആൾക്കാരാരെങ്കിലും പണ്ട് ഇവിടുന്ന് പോയ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. മെട്രോൻ്റെ പണി ഇവിടം വരെ എത്തിയിട്ടായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ ചെമ്പൂക്കായി, റൈറ്റ് സൈഡിൽ ചെമ്പൂക്ക് പള്ളി, ഇവിടെ പ്രസാദ് കോൺവെൻറ്റ്. ആ വെള്ള ജീവിതത്തിൻ്റെ ബിൽഡിങ്ങാണ് കാണുന്നത് റൈറ്റ് സൈഡിൽ. ചെമ്പൂക്ക് പാലം തന്നെ, ഇത് ഓഡിറ്റോറിയം, പാലം. റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോഴാണ് CC സ്കൂളൊക്കെ ഉള്ളത്. ആ റോഡ് ആകെ ഇടിഞ്ഞു പോയത്, ഇപ്പോഴും അങ്ങനെ കിടപ്പുണ്ട്. അങ്ങനെ നമ്മൾ പാടിയോട്ടത്തൊക്കെ എത്തി. പാടിയോട്ട് വന്ന് ആലിഞ്ചോടുന്നു പറയാറുണ്ട്. കുറച്ച് ബിൽഡിങ്ങൊക്കെ വന്നിട്ടുണ്ട് പുതിയത്. ആ ലെഫ്റ്റിൽ കണ്ട ഫ്ലാറ്റില്ല, അതായിരുന്നു കേരളത്തിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഫ്ലാറ്റ് ആദ്യം വന്നത്, പാൻ ജോസിൻ്റെ. ഇവിടെയും പണി നടപ്പുണ്ട്. നമ്മൾ പാടിയോട്ടായി. ആലിഞ്ചോട് ഭാഗമാണ്. വെണ്ണലക്കൊക്കെ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോയാൽ വെണ്ണലക്ക് കയറാൻ പറ്റും, വെണ്ണല ഭാഗത്തേക്ക്. ഇതിലെ വെണ്ണലക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ പണ്ടൊരു തിയേറ്റർ ഉണ്ടായിരുന്നു, സോണി തിയേറ്റർ. അവിടെ നമ്മൾ സിനിമ കാണാൻ വരുമായിരുന്നു. അവിടെ പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്കിൽ പാട്ട് വെച്ചാൽ വീട്ടിൽ കേൾക്കാമായിരുന്നു. അപ്പോൾ ആ ടൈമിന് നമ്മൾ എന്താ പറയുക, എൻ്റെ കൂട്ടുകാരൻ്റെ തിയേറ്ററായിരുന്നു. അവിടെ ഒന്ന് സിനിമകൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുമില്ല, അതൊക്കെ പോയി നേരത്തെ. അവിടെ ഒരു വലിയ വീട് വന്നു. ആദ്യമായിട്ടാണ് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കാക്കനാട് ബേസ് ചെയ്തൊരു ചെറുകഥയൊക്കെ എഴുതി വെച്ച് വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട് കത്തിച്ചതാണ്. ഒരുപാട് കാര്യങ്ങൾ ഓർക്കാനുണ്ട് കാക്കനാടെന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് ബൈപ്പാസിലെത്തി. നേരെ പോയ EMC, അതായത് മെഡിക്കൽ സെൻറ്റർ. ഇവിടെ യൂട്ടേണടുത്ത് റൈറ്റ് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എറണാകുളത്തേക്ക് പോകാം. നേരെ വൈറ്റില്ല. ഇവിടെ ഒതുക്കി. ഓക്കെ.